ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല ചീത്ത വിളിച്ചോ, തന്തയ്ക്ക് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നല്ല തെറി വിളിച്ചോ, തന്തയ്ക്ക് വിളി, ഒരു കുഴപ്പമില്ല. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഫേസ് വെച്ചിട്ട് ചെയ്യണത്. കുറേ കാലമായിട്ട് യൂട്യൂബ് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ ചാനലിങ്ങനെ ചുമ്മാ ഒരു ഫണ്ണായിട്ട് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് കാണിച്ച് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി കിട്ടി. വെറുതെ ഒരു പണി കിട്ടി. അങ്ങനെ ചുമ്മാ കിട്ടിയോണ്ടെന്നല്ല ചോദിച്ചാൽ തോന്നിയായിരുന്നു. അതോടെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു 1 വർഷം മുമ്പേ ഏതാണ്ട് 1 വർഷം മുന്നേ ഒരു ലോൺ എടുത്തിരുന്നു സൈപ്പെന്ന്. സൈപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അടവൊക്കെ മുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ജോലിയും തിരക്കുകളായിട്ട് അടയ്ക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഇത് പിന്നെ ഒരു ക്ലോസ് ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. വൺ ടൈം പേയ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വെച്ചിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് ഇവന്മാർ പിന്നെയും ശല്യം തുടങ്ങി. നമ്മളെ വിളിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് 1 വർഷത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഫോൺ എടുക്കാതെ വർക്ക് ചെയ്തതിൻ്റെ തിരക്കിൽ. അപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് ഇവന്മാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിച്ച് ശല്യം പെടുത്തി തുടങ്ങി. അമ്മയൊക്കെ വിളിച്ച് സ്ഥിരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, അമ്മയോടും പറഞ്ഞു, ബാക്കിയുള്ളവരോടും ഈ വിളിച്ചവരോടും പറഞ്ഞു, അടുത്ത മാസം നമുക്ക് സാലറി കിട്ടുമ്പോൾ ക്ലോസ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ 2 മാസമായിട്ട് നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്ത് വെക്കാം എന്ന് നമ്മൾ അവരോട് പറയും. എന്നിട്ട് ഇവന്മാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള കുറേ മനുഷ്യരുടെ നമ്പർ എടുക്കുക. നമ്മുടെ ഫോണിൽ ഇപ്പോൾ കോൺടാക്റ്റ് പോലുള്ള നമ്പറല്ല, അതല്ല രസം. നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന മനുഷ്യർ, ഇവർ വിളിച്ച മനുഷ്യരുടെ ആരുടെ നമ്പർ നമ്മുടെ കോൺടാക്റ്റ് പോലും ഇല്ല. നാട്ടിലുള്ള ആരെയൊക്കെയോ വിളിച്ചിട്ട് ഇവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ജാമ്യം നിർത്തി ഞാൻ ലോൺ എടുത്തിട്ടില്ലേ, അപ്പോൾ ആ ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവും എന്നൊക്കെയാണ് ഇവരെ വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാക്കുക, അല്ലെങ്കിൽ അവരുടെ ജോലി ഇത് ബാധിക്കുക. കാരണം നമ്മളെപ്പോലെ ജോലി ചെയ്യുന്നവരല്ല, ഇവരൊക്കെ ഡെയിലി ഓരോരോ പണിക്ക് പോകുന്നവരൊക്കെ. ഒരാളെന്ത് ബെസ്റ്റ് കണ്ടക്ടറോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ചങ്ങായിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുക. ഈ ലോണുകാരുടെ വിളി എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം, ഒരു രക്ഷയില്ല, തുട്ടാൻ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ പണിയാ. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലിപ്പോൾ നാട്ടിലുള്ള ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ നിങ്ങളെ ആരെയും വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തിട്ടില്ല. അങ്ങനെ ഒരാളുടെ പേരിൽ ലോൺ എടുക്കാൻ സാധിക്കില്ല. സ്വന്തം പേരിലാണ് പേഴ്സണൽ ലോൺ എടുത്തത്. അപ്പോൾ നാണം കെടുത്തിട്ടെങ്കിൽ ഈ പേഴ്സണൽ ലോൺ തിരിച്ചടപ്പിക്കുക എന്നുള്ള രീതിയിൽ ആ ആപ്പുകാർ ചെയ്യുന്ന മാർഗ്ഗമാണിത്. നിങ്ങളുടെ ആരുടെയും പേരിൽ ഞാൻ ലോൺ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല ചീത്ത വിളിച്ചോ, തന്തയ്ക്ക് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നല്ല തെറി വിളിച്ചോ, തന്തയ്ക്ക് വിളി, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളെ വെച്ച് ഞാൻ ലോൺ എടുത്തില്ല. നിങ്ങളുടെ പേര് നമുക്കറിയില്ല. ഈ 1-2 പേരുടെ പേര് പോലും എനിക്ക് അറിയത്തില്ല അവർ വിളിച്ചു. ഈ വിളിച്ച 1-2 ചങ്ങായിമാരൊന്നും നമ്മുടെ കുടുംബമായിട്ടൊന്നും വലിയ സ്വരച്ചേർച്ചയിലുള്ള മനുഷ്യരല്ല. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. അപ്പോൾ ഇനിയിപ്പോൾ അവർ കേസ് കൊടുക്കും, ഞാൻ കേസ് കൊടുക്കണോ? അത് ഇനി അവർ കേസ് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ കേസ് കൊടുക്കണോ? ഇതിപ്പോൾ എന്താ ചെയ്യുക? അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഹെൽപ്പ് ചെയ്യാക്കും. അപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പണി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടി ഇത് സോൾവ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ സാധിക്കുക? ഇതുകൊണ്ട് കേസിന് പോകുന്നുണ്ട് കാര്യമുണ്ടോ? കേസിന് പോകുന്നുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതോ വക്കീലന്മാർ കാണണോ? അതോ ഇപ്പോൾ ഡയറക്റ്റ് ജസ്റ്റ് അടച്ച് തീർത്ത് ഒഴിവാക്കുക, അതിനുശേഷം ഇവരുടെ വിളി വന്നുകൊണ്ടിരിക്കുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ പറ്റിയ ഹെൽപ്പ് ചെയ്യാം. ബൈ.